കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ഇമ്മാനുവലായി അവിടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അവർ അതിന് എബനേസർ എന്ന് പേരിട്ടു. ആവർത്തിച്ച് പരാജയങ്ങളുണ്ടായപ്പോൾ ശമൂവേലിന്റെ നേതൃത്വത്തിൽ ജനം തങ്ങളെ തന്നെ താഴ്ത്തുകയും ദൈവമുമ്പാകെ യാഗം കഴിക്കുകയും തങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തന്റെ ജനത്തിനെതിരെ നിന്ന ഫിലിസ്ത്യ ശക്തിയുടെ മേൽ ദൈവം ജയം നൽകുകയും ഫിലിസ്ത്യരെ അമരുകയും ഇസ്രായേൽ ജയിക്കുകയും ചെയ്തപ്പോൾ അവർ തിരിഞ്ഞു എന്ന് പറയുകയാണ്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിലും നമുക്ക് പറയാൻ കഴിയണം, പരാജയങ്ങളും തോൽവികളും ഭയങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ച ഒരു കാലഘട്ടത്തിൽ ദൈവമുമ്പാകെ കവർന്നു വീണ് മുട്ടുമടക്കി ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ ദൈവം നമുക്ക് അവിടെ നൽകിയ വിജയം വിടുതലും ഓർത്ത് വിളിച്ചു പറ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. നടത്തിയ വിധങ്ങളും കൊണ്ടുവന്ന വഴികളും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ എന്നും നമുക്കിടയാവണം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത, വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന, ചെങ്കണ്ണെ രണ്ടായി ഭവിച്ച, മരുഭൂമിയിലെന്ന പോലെ ആഴിയിലൂടെ തന്റെ ജനത്തെ നടത്തിയ ആ ദൈവം നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് ഒരുപോലെ നമുക്ക് പറയാം. അവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ അവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കുതിക്കാൻ, ദൈവശക്തി ഏറ്റെടുക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ വിധേയപ്പെടുത്താൻ തയ്യാറാകുമെങ്കിൽ വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. 31 സങ്കീർത്തനം 23 വാക്യം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. ദാവീദിന്റെ സങ്കീർത്തനമാണ്, യഹോവേ, ഞാൻ നിന്റെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുത്. അവിടുത്തെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. അവിടുത്തെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. അവിടുന്ന് എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. പലരും തന്നെ മറന്നു. മരിച്ചുപോയവനെ പോലെ പലരും എന്നെ മറന്നു. ഞാൻ ഉടഞ്ഞ പാത്രം പോലെയാണ്. ചുറ്റും പ്രീതി എന്ന അപശ്രുതിയുണ്ട്. എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിച്ചു. അവിടുന്ന് എന്റെ ദൈവമെന്ന് പറഞ്ഞു. ദാവീദ് പ്രഖ്യാപിക്കുകയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിലും എന്റെ കാലഗതികൾ ദൈവമേ അങ്ങയുടെ കയ്യിലായിരിക്കുന്നവ. എന്റെ ഗതികളെ നിയന്ത്രിക്കുന്നത് അങ്ങാണ്. എന്തൊക്കെ അപശ്രുതി കേട്ടാലും ഭീതി വന്നാലും പലരും മറന്നുപോയാലും എന്റെ കാലഗതികൾ ആരുടെയും കയ്യിലല്ല, അതെന്റെ ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദ്.
എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ കുറിവാക്യം, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ യഹോവയെ സ്നേഹിക്കണം. വിശുദ്ധന്മാർ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആരാധിക്കണം. തന്റെ വിശുദ്ധന്മാരെ ദൈവം അറിയുന്നു. അടുത്ത ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. 1, വിശുദ്ധരായിരിക്കണം. 2, വിശ്വസ്തരായിരിക്കണം. പ്രിയരെ, കുടുംബജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. തലമുറകളോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. ദൈവസഭയിൽ വിശ്വസ്തരായിരിക്കണം. ആത്മീകത്തിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, എല്ലാ വചനധ്യാനത്തിൽ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവസഭയ്ക്കകത്ത് വിശ്വസ്തരായിരിക്കണം. അകത്തും പുറത്തും ഒരുപോലെ വിശ്വസ്തത കാക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുമെങ്കിൽ അവരെ ദൈവം കാക്കും. വിശ്വസ്തന്മാരെ കാക്കുന്ന ഒരു ദൈവം. ഭൂമിയിൽ വിശ്വസ്തന്മാരുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തന്മാർ കുറഞ്ഞ കാലഘട്ടത്തിൽ, മിടുക്കന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ദൈവം നോക്കുന്ന മിടുക്കന്മാരെയല്ല, വിശ്വസ്തന്മാര്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. അങ്ങനെയെങ്കിൽ വിശ്വസ്തന്മാരെ പരിപാലിക്കുന്ന, അവരെയും അവരുടെ ജനറേഷനെയും സൂക്ഷിക്കുന്ന, വിശ്വസ്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ദാനിയേലിന്റെ പുസ്തകം നിങ്ങളത് എടുത്ത് പരിശോധിച്ച് നോക്കണം. ദേശാധിപതികൾ ദാനിയേലിനെ കുറ്റം ചുമത്താൻ നോക്കി. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ദാനിയേലോ വിശ്വസ്തനായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവാത്മാവിന് ഇന്ന് പകൽ തന്റെ ജനത്തെ നോക്കി പറയാനുള്ള ദൂത്, കുറ്റം വിധിക്കാൻ വന്ന ഒരു ചെറിയ പാർട്ടികളൊന്നുമല്ല. അവർ ഏത് കാര്യത്തിനും ദാനിയേലിനെ ഒതുക്കുവാൻ പ്രധാന ദേശാധിപതികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി. അതിന്റെ 6ന്റെ 4-ാം വാക്യമൊക്കെ ദാനിയേൽ നിങ്ങൾ പരിശോധിക്കണം. ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്താൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. സ്തോത്രം. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ഒരു അന്യദേശമാണെന്ന് ഓർക്കുക. യോസഫ് വിശ്വസ്തനായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും ജീവിച്ച മനുഷ്യനാണ് യോസഫ്. അവസരങ്ങൾ ഉണ്ടായിട്ടും അവിടെ ജയിച്ച മനുഷ്യൻ. പാപം ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിട്ടും അവിടെയാണ് വിശ്വസ്ത കാണിക്കേണ്ടത്. അവസരമില്ലാത്തത് കൊണ്ട് പരാജയപ്പെടുന്നില്ല, അതല്ല വേണ്ടത്. അവസരങ്ങൾ ഉള്ളപ്പോഴും ഒരു വിശ്വസ്തനായ മനുഷ്യൻ പറയും, ഞാൻ ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തനായിരിക്കും, ദൈവിക പ്രമാണത്തോട് വിശ്വസ്തനായിരിക്കും. നോക്കൂ, ദാനിയേലിനെ കുറ്റം കണ്ടെത്താൻ നോക്കി, നടന്നില്ല. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായ മനുഷ്യന്റെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവം. സിംഹങ്ങളുടെ പതിവ് തെറ്റിച്ചുകൊണ്ട് നമുക്കറിയാം, ഒരിര സിംഹത്തിന്റെ കുഴിയിൽ പോയാൽ കൊണ്ടുവന്നിടാൻ പോയ കുടുംബാംഗങ്ങളുടെ എല്ലുകൾ വരെ തകർത്തു കളഞ്ഞ സിംഹം. പക്ഷേ വിശ്വസ്തനായ ദാനിയേലിനെ കാക്കുവാൻ ദൈവം ഇറങ്ങി വരികയാ. തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടയ്ക്കാൻ കാരണം ദാനിയേൽ പ്രാർത്ഥനയിൽ വിശ്വസ്തനായിരുന്നു, ആരാധനയിൽ വിശ്വസ്തനായിരുന്നു, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വിശ്വസ്തനായിരുന്നു. അങ്ങനെയെങ്കിൽ വിശ്വസ്തന്മാരെ
കാക്കുന്ന ദൈവം, കടിച്ച് കീറാൻ നിൽക്കുന്ന, വിഴുങ്ങിക്കളയാൻ നിൽക്കുന്ന, ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിൽക്കുന്ന, ആരാധനയ്ക്കെതിരെ വിധി എഴുതാൻ നിൽക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് വില പറഞ്ഞു നിൽക്കുന്ന സകല ശക്തികളുടെയും നടുവിൽ വിശ്വസ്തന്മാരെ കാത്ത് ദാനിയേലിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവമെന്നും, ഭക്ഷണകാര്യത്തിൽ പോലും കോംപ്രമൈസ് ചെയ്യാത്ത ദാനിയേൽ, എല്ലായിടത്തും വിശ്വസ്തത പാലിച്ച ദാനിയേൽ. യോസഫിനെ നോക്കൂ, ജയിലിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ദൈവം മറന്നില്ല, ആളയച്ച് വിളിപ്പിക്കുകയാ കൊട്ടാരത്തിലേക്ക്. സ്തോത്രം. കാരണം യോസഫ് വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായ മനുഷ്യന്റെ മുമ്പിൽ ഫറവോൻ ഓർഡർ ഇടുകയാ, യോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുകയും. സ്തോത്രം. വിശ്വസ്തന്മാരെ കാക്കുകയും ദേശത്തടയാളമാക്കുകയും വിശ്വസ്തരാരാന്ന കുടുംബക്കാരുടെയും ദേശക്കാരുടെയും ചർച്ചുകാരുടെ ഇടയിൽ തെളിയിക്കുന്ന ഒരു ദൈവമാണ് സഹോദരങ്ങളെ നമ്മുടെ ദൈവം. നിങ്ങൾ വിശ്വസ്തരായിരിക്കൂ. ആരും മാർഗിട്ടില്ലെങ്കിലും നിങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളെ സഹായിക്കുന്ന ദൈവം, വിശ്വസ്തന്മാരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം, വിശ്വസ്തന്മാരെ പാലിക്കുന്ന ദൈവം. മറ്റിടത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്, നല്ല വിശ്വസ്തന്മാരെ അവിടുന്ന് പാലിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം കണ്ട്, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കും, എൻ്റെ കുടുംബത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും, ദൈവസഭയിൽ ആത്മീയത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. അങ്ങനെയെങ്കിൽ തന്റെ വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകലിറങ്ങി. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. വിശ്വസ്തരായിരിക്കട്ടെ, ആത്മീയരാകട്ടെ, വിശുദ്ധരായിരിക്കട്ടെ, അഭിഷേകത്തോടെ നിൽക്കട്ടെ, മുഖങ്ങൾ പോട്ടട്ടെ, അന്ധകാര വെല്ലുവിളികളെ തകർക്കുന്ന, വിഴുങ്ങാൻ നിൽക്കുന്നതിനെ ജയിക്കുന്ന ഒരു അനോയിന്റിംഗ് വിശ്വസ്തന്മാരുടെ മേൽ ദൈവം പകരുന്നതിന് സ്തോത്രം. ദൈവരെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം. അവർക്കൊന്നിലും മുട്ടില്ലാതെ അങ്ങയുടെ കരത്തിന്റെ വല്ലഭതം ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, വിശ്വസ്തന്മാരെ കാക്കുന്ന, അവരെ അറിയുന്ന, നടത്തുന്ന, അവർക്കൊന്നിനും മുട്ടുവരുത്താത്ത ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വസ്തരായിരിപ്പീൻ, വിശുദ്ധരായിരിപ്പീൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.